കേരളത്തിൽ NDA സഖ്യം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി. BJP 14 സീറ്റിലും BDJS 5 സീറ്റിലും മത്സരിക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു പറഞ്ഞു. കോട്ടയത്ത് കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം മത്സരിക്കും. തൃശൂർ, ഇടുക്കി, വയനാട്, ആലത്തൂർ, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് BDJS സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. Seats in Kerala, 14 seats BJP has decided to contest, and 5 seats BDJS under the leadership of Tusharji, and 1 seat will be contested by Kerala Congress under the leadership of PC Thomas. UDF LDF MLA-മാർക്ക് സ്ഥാനം രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ് ചോദിച്ചു. കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. NDA പ്രതിനിധികൾ കേരളത്തിൽ നിന്ന് ജയിച്ച് 17ാം ലോകസഭയിൽ ഉണ്ടാകും. ഈ 9 MLA-മാരും തലസ്ഥാനം രാജിവെച്ചുകൊണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുമോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കും. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃശൂരിൽ മത്സരിക്കുന്ന കാര്യം സ്ഥിരീകരിക്കാൻ തുഷാർ വെള്ളാപ്പള്ളി തയ്യാറായില്ല. BDJS യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മത്സരിക്കാൻ ആവശ്യമെങ്കിൽ SNDP ഭാരവാഹിത്വം രാജിവെക്കുമെന്നും തുഷാർ പറഞ്ഞു. സ്റ്റാൻഡ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അതിനടുത്തുള്ള എല്ലാ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. എല്ലാവരും ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കുന്നു. ഇലക്ഷന് മത്സരിക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോൾ സീറ്റുകൾ ഡിക്ലെയർ ചെയ്തു. ഇതിന് ശേഷം അവിടെ കേരളത്തിലെത്തിയ ശേഷം ഞങ്ങളുടെ കമ്മിറ്റി കൂടി തീരുമാനം എടുക്കുമ്പോൾ അങ്ങനെ രാജിവെക്കേണ്ട വന്നാൽ രാജിവെക്കും. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, കേരളത്തിൽ NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുകയാണ്. BJP 14 സീറ്റിലെന്ന് അറിയാൻ കഴിയുന്നു. മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്ന സീറ്റുകൾ ഏത് രീതിയിലാണ്? ദിവ്യ, അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള മുരളീധർ റാവു ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സത്യ, BJP നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, ഒപ്പം BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരാണ് പങ്കെടുത്തത്. ഇവരുടെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും ഒരു കാര്യം വളരെ കൃത്യമായി അറിയാം. സീറ്റ് വിഭജനം മാത്രമല്ല പൂർത്തിയായിരിക്കുന്നത്, സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയോടുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി മത്സരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല എന്നാണ്. എങ്കിൽ പോലും അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജനവിധി തേടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തൃശ്ശൂർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റ് BJP BDJSന് വേണ്ടി മാറ്റിവെക്കുന്നുവെങ്കിൽ അത് തുഷാറിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമായിരിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം തൃശ്ശൂരിൽ നിന്ന് വലിയ വോട്ട് സ്വാധീനം, അതായത് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയ തോതിൽ വോട്ട് കൂടിയിട്ടുള്ള പ്രദേശമാണ് തൃശ്ശൂർ എന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു തൃശ്ശൂർ പോലെ ഒരു മണ്ഡലം മാറ്റിവെക്കുന്നുവെങ്കിൽ അത് തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി മാത്രമായിരിക്കും മാറ്റിവെക്കുക. അല്ല എങ്കിൽ ഈ സീറ്റ് തൃശ്ശൂർ സീറ്റ് BJP എടുക്കുകയും മറ്റേതെങ്കിലും സീറ്റ് BDJSന് നൽകുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, തുഷാർ വെള്ളാപ്പള്ളി തന്നെയായിരിക്കും തൃശ്ശൂരിൽ മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തോട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് SNDP ഭാരവാഹിത്വം വേണ്ടി വന്നാൽ രാജിവെക്കും എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം BJP ദേശീയ നേതൃത്വവുമായി വളരെ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ പോയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന്റെ പേര് ഒരു തർക്കവും ഉണ്ടായില്ല. തർക്കമുണ്ടായത് പത്തനംതിട്ടയെ സംബന്ധിച്ചായിരുന്നു. ആദ്യം MT രമേശും അൽഫോൺസ് കണ്ണന്താനവും സീറ്റിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നുവെങ്കിൽ ഫൈനൽ ലാപ്പിലേക്ക് എത്തിയപ്പോൾ അത് അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ളയും K സുരേന്ദ്രനും തമ്മിലുള്ള ഒരു മത്സരമായി മാറിയെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എന്നാൽ അവിടെ സുരേന്ദ്രന് തന്നെയാണ് വിജയം എന്ന് തന്നെ നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്ന് ജനവിധി തേടുകയും സംസ്ഥാനത്ത് ഉടനീളമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകുകയും ചെയ്യുന്ന സാഹചര്യമായിരിക്കും ഇപ്പോഴുള്ളത്. കൊല്ലം സീറ്റിൽ നിന്ന് ടോം വടക്കൻ തന്നെ കോൺഗ്രസിലേക്ക് എത്തിയ ടോം വടക്കൻ തന്നെയാണ് ഇപ്പോഴും പരിഗണന ലഭിക്കുന്നത് എന്നാണ് അറിയുന്നത്. കൊല്ലവും ചാലക്കുടിയും പോലെയുള്ള സീറ്റുകൾ സംബന്ധിച്ചാണ് നമുക്ക് ഉറപ്പിച്ച സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കാത്തത്. അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പത്തനംതിട്ടയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ കൂടി എറണാകുളത്ത് തന്നെയായിരിക്കും മാറ്റുരയ്ക്കുക എന്ന കാര്യത്തിലും വ്യക്തത വരുന്നുണ്ട്. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ, പാലക്കാടില്ല എങ്കിൽ മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയിരുന്നതാണ് ശോഭാ സുരേന്ദ്രൻ. എങ്കിലും ശക്തമായ വനിതാ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നുള്ള ദേശീയ നേതൃത്വത്തിന്റെ ഉറച്ച നിലപാടിനെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നിന്ന് ജനവിധി തേടുന്നത്. ഒപ്പം ന്യൂനപക്ഷ മുഖങ്ങൾ 4-5 ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ
ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന കൃത്യമായ നിർദ്ദേശവും ദേശീയ നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് അൽഫോൺസ് കണ്ണന്താനം, ടോം വടക്കൻ, BDJSന്റെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ട്. ഒപ്പം കോട്ടയത്ത് നിന്ന് ജനവിധി തേടുന്ന PC തോമസ്, അദ്ദേഹം കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിൽ വളരെ കൃത്യമായി ആൻഡ്രോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പരിഗണിക്കപ്പെടുമ്പോൾ NDAയിൽ വളരെ കൃത്യമായ ന്യൂനപക്ഷ പങ്കാളിത്തം ഉണ്ടായിരിക്കുന്നു. ആലപ്പുഴയിൽ ഡോക്ടർ KS രാധാകൃഷ്ണനാണ് ജനവിധി തേടാൻ പോകുന്നത്. പാലക്കാട് നിന്ന് C കൃഷ്ണകുമാർ, പൊന്നാനിയിൽ VT രമ, മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കോഴിക്കോട് VK പ്രകാശ് ബാബു, വടകര CK സജീവൻ, കണ്ണൂർ CK പത്മനാഭൻ, കാസർഗോഡ് രവീഷ തന്ത്രി കുണ്ടാർ എന്നിങ്ങനെയുള്ളവരുടെ പേരുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മറ്റ് സീറ്റുകൾ സംബന്ധിച്ച് ധാരണ, അതായത് BDJS, കേരള കോൺഗ്രസ്, BJP സംബന്ധിച്ച സീറ്റ് ധാരണ 14 സീറ്റുകളിൽ BJP മത്സരിക്കുന്നു, 5 സീറ്റുകളിൽ BDJS ജനവിധി തേടും, 1 സീറ്റിൽ കോട്ടയത്ത് കേരള കോൺഗ്രസും പോരാട്ടത്തിനിറങ്ങും. ഏകദേശ സീറ്റുകളിൽ മത്സരിക്കുന്ന ഏകദേശ വിവരമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നൽകുന്ന ഈ പേരുകളിൽ കാതലായ ഒരു മാറ്റത്തിന് സാധ്യതയില്ല. ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായ ഒരു പ്രസ് റിലീസോ അല്ലെങ്കിൽ പട്ടികയോ ഉണ്ടാകുമോ എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ. അത് ഒരുപക്ഷെ നാളത്തേക്ക് മാറ്റിയേക്കാം. അല്ല എങ്കിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച നിർണയം, സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്ന് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ദിവ്യ. ശരി, KP അഭിലാഷാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ.